സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തൂ മാർ ഏലിയാസ് കോളേജിനൊപ്പം. കോതമംഗലത്ത് നിന്നും പെരുമ്പാവൂരിൽ നിന്നും 10 കിലോമീറ്റർ അകലെയുള്ള പ്രകൃതി രമണീയമായ കോട്ടപ്പടി എന്ന ഗ്രാമത്തിലാണ് മാർ ഏലിയാസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഒപ്പം ഇഷ്ട ആഡ് ഓൺ കോഴ്സുകളും തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച നിരവധി കോഴ്സുകൾ, മികച്ച അധ്യാപനം, മനോഹരമായ ക്യാമ്പസ്, ശാന്തമായ പഠനാന്തരീക്ഷം എല്ലാം മാർ ഏലിയാസ് കോളേജിന്റെ സവിശേഷതകളാണ്. ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. മഹിളാ കോൺഗ്രസ് സാഹസ് യാത്രയ്ക്ക് അരൂരിൽ സ്വീകരണം നൽകി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് ജില്ലാ അതിർത്തിയായ അരൂരിൽ വരവേൽപ്പ്. അരൂർ പള്ളി ബൈപ്പാസ് ജംഗ്ഷനിലെത്തിയ വാഹനജാഥയെ കോൺഗ്രസ് പ്രവർത്തകർ എതിരേറ്റു. തുടർന്ന് അരൂർ മാനവീയം വീതിയിൽ നടന്ന സമ്മേളനം മുൻ MLA അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ജോലിക്കട്ടെ സ്ത്രീശക്തി, ഉണരട്ടെ കേരളം, ഭയക്കില്ലിനി നാം തെല്ലും, വിരൽ ചൂണ്ടാം കരുത്തോടെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് മഹിളാ സാഹസ് യാത്ര നടത്തുന്നത്. കഴിഞ്ഞ 80 ദിവസങ്ങളിലായി 19 മണ്ഡലങ്ങൾ കടന്ന് അരൂർ മണ്ഡലത്തിലെത്തിയ യാത്രയ്ക്ക് ഊഷ്മളമായ സ്വീകരണം ലഭിച്ചു. PSCയെ പോലും നോക്കൂത്തിയാക്കിയ ദുഷിച്ച ഭരണം അവസാനിപ്പിക്കാൻ പോവുകയാണെന്നും നല്ല മാർക്ക് വാങ്ങി ജയിക്കുന്നവരെ ഒഴിവാക്കി മന്ത്രിമാരുടെ PAമാരെ പിൻവാതിലൂടെ നിയമിച്ച് പെൻഷൻ വാങ്ങി നൽകുന്ന ദുർഭരണമാണ് ഇവിടെ നടക്കുന്നതെന്നും സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഷെബി മേത്തർ MP പറഞ്ഞു. ഒരുപാട് പ്രതീക്ഷയോടെ PSC എഴുതി 1ാം റാങ്ക് കരസ്ഥമാക്കിയവർക്ക് പോലും തൊഴിൽ നൽകാത്ത ഈ ഗവൺമെന്റ് സെക്രട്ടറിമാർക്കും PAമാർക്കും ഒക്കെ അനധികൃതമായി പെൻഷൻ കൊടുക്കുന്ന തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളുടെ ഒക്കെ ഒരുപാട് കഥകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങിയ ഒരു സമയത്ത് കൂടിയാണ് നമ്മൾ ഈ ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഒരു സംശയവും വേണ്ട, നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അവിടെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. കാരണം കേരള ജനത ആഗ്രഹിക്കുന്നത്, ഈ നിലമ്പൂരിലെ ജനത ആഗ്രഹിക്കുന്നത് കേരളത്തിന്റെ മനസ്സ് തന്നെയാണ്. ഈ സർക്കാരിനെതിരെ മറുപടി നൽകണമെന്നുള്ളതാണ് അവരാഗ്രഹിക്കുന്നത്. കേരളത്തിലെ അമ്മമാർക്ക് മനസ്സമാധാനത്തോടുകൂടി ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യം, അത് മയക്കുമരുന്നിന് അടിമയാകുന്ന യുവതയുടെ നാടായി കേരളം മാറുമ്പോൾ സ്വന്തം ഉമ്മയെ. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഭവിത ജെയിൻ മുഖ്യ പ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഉമാ ജയകുമാർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ, അഡ്വക്കേറ്റ് A ഷുക്കൂർ, MJ ജോബ്, അഡ്വക്കേറ്റ് K ഉമേഷൻ, അസീസ് പായിക്കാട്, P അൻസാർ, നിയോജക മണ്ഡലം പ്രസിഡന്റ് നജുമ, ഇത്തിത്തറ ബാബു, CK പുഷ്പൻ, അൻസാരി, സിനിമോൾ മനോഹരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അരൂർ.